രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ വീട്ടിൻ്റെ അടുത്ത വീട്ടിലാണല്ലേ മിരിങ്ങയ്ക്ക അടുത്ത് വിൽക്കുമായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് മിരിങ്ങയ്ക്ക വാങ്ങി ഞാൻ എന്താ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒത്തിരി മിരിങ്ങയ്ക്ക നിൽക്കുമായിരുന്നേ. അത് കാണിച്ചു തരാമേ. അപ്പോഴേ അവിടെ ഞാനിന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം ആ ചേച്ചി പറിച്ച് വിൽക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പം അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നേ. 2 കെട്ട്, ഒരു കെട്ടിൽ 3 ഉണ്ടായിരുന്നേ. അത് 20 രൂപ. അപ്പോൾ കുറേ ദിവസമായിട്ട് മക്കൾ മുരിങ്ങയ്ക്ക് സൂപ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കുണ്ട്, മോള് പറഞ്ഞ് ഇത്രയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞേ. ഞാൻ എന്തായാലും കുറച്ച് ക്വാണ്ടിറ്റി തന്നെ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുരിങ്ങയ്ക്കൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം എനിക്ക് അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ പോകണം ഗെയ്സ്. അപ്പോഴും ഞാൻ വേവിച്ച് വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല വൈറ്റമിനും മിനറൽസ് ഒക്കെ ഉള്ള നല്ല ഹെൽത്തി ആണല്ലോ മുരിങ്ങയ്ക്ക. അപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നല്ല പിഞ്ച് കേട്ടോ, നല്ല സൂപ്പർ, നല്ല മണം, നല്ല ചതയുള്ള മുരിങ്ങയ്ക്കാണ്. ഒത്തിരി കുറേ നിൽക്കുകയാണ്. അപ്പം നാളെയും ഞാൻ പറഞ്ഞു, അപ്പോഴും നാളെയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പോൾ ഇനി കുറേ ദിവസത്തേക്ക് മുരിങ്ങയ്ക്ക വെച്ചിട്ട് ഓരോ റെസിപ്പികൾ തയ്യാറാക്കാമെന്ന് കരുതി. എനിക്ക് ഈ നാടൻ സാധനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ വീട്ടിലൊക്കെ വളർത്തുന്നതൊക്കെ എത്ര വാങ്ങിച്ചാലും മതി വരത്തില്ല. ഓക്കെ ഗെയ്സ്, നമുക്ക് കുക്കറിൽ ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. മുരിങ്ങയ്ക്ക നല്ല പീസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചൊരു 3-4 വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അത് അത്രയ്ക്ക് നല്ല മുരിങ്ങയ്ക്ക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം ഗീസ്. നമുക്ക് അതിസൂപ്പിനല്ലേ, അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മുരിങ്ങയ്ക്ക ദാണ്ട് പീസുകളാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് പാകത്തിന് ഉപ്പും പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അടച്ച് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. ഒരു 3-4 വിസിൽ കേട്ടുമായിരുന്നേ. മുരിങ്ങയ്ക്കയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ. ഈ ജ്യൂസാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കുടിക്കുന്നതാണേ. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കാബേജ്, ക്യാരറ്റ്, ബീൻസ്, സവാള ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം മുരിങ്ങയ്ക്കൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വെള്ളം മാറ്റി ഊറ്റിയെടുത്തു കേട്ടോ. ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തേ. ഞാനിത് വശക്കിയതിന് ശേഷം ഇതിൽ ഒരുപാട് പൊടിയുടെ ആവശ്യമൊന്നുമില്ല, കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഞാൻ മുരിങ്ങയ്ക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തേ. ഞാൻ മുരിങ്ങയ്ക്ക നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം അരിപ്പയിൽ വെച്ച് നന്നായിട്ട് അരിച്ച് അതിൻ്റെ നല്ല ഫ്ലഷ് ആയിരുന്നു കേട്ടോ അതിലുള്ളായിരുന്നേ. നല്ല കട്ടിക്ക് അതുകൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. അടിപൊളി ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. കോൺഫ്ലവർ വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് ഞാൻ കോൺഫ്ലവർ കൂടി കലക്കി 1 സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം അടിപൊളി സൂപ്പായി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ സൂപ്പ് കുടിക്കത്തില്ല, അതേ ടേസ്റ്റ് ആയിരുന്നേ. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മക്കൾക്ക് കൊടുത്തു, ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.